Eighth question. Find the value of the derivative. Find the value of the derivative at the given point. At the given point. A, z minus I divided by z plus I at I. B, z minus 4I raised to 8 at 5 plus 4I. C, 5 plus 3I by z cube at 2 plus I. D, 3z square plus iz square at 1 plus I. Z raised to 4 plus 1 divided by z raised to 4 at minus 1 minus I z cube plus 3z square all raised to 3 at 2I. iz plus 2 divided by 3z minus 6I at any z. അത് ജനറൽ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഐ ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് ഐ. ഒന്നെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഡാഷ് ഓഫ് ഇസഡ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം കോഷ്യൻ റൂൾ അനുസരിച്ച് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. ഇസഡ് മൈനസ് ഐയുടെ ഡെറിവേറ്റീവ്, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1, ഐയുടെ ഡെറിവേറ്റീവ് 0. അപ്പം മൈനസ് ഇസഡ് മൈനസ് ഐ ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ, അതും 1 ആണ്, ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ. So this is equal to z plus I minus z plus I. അപ്പോൾ 2i divided by z plus I the whole square വരും. ഇനി f dash of I ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് 2i divided by I plus I സ്ക്വയർ വരും. അപ്പം 2i divided by 2i the whole square വരും. അല്ലേ, 2i divided by 2i the whole square. അപ്പോൾ 1 divided by 2i എന്ന് വരും. 1/2i നമുക്ക് ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഐ ഡിവൈഡ് ബൈ 2i സ്ക്വയർ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, പിന്നെ സാധാരണ നമ്മൾ ഡിനോമിനേറ്ററിൽ ഐ ഇടാറില്ല. അപ്പോൾ അത് മൈനസ് ഐ ബൈ 2 എന്ന് വരും. ആൻസർ മൈനസ് ഐ ബൈ 2. അടുത്തത് എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് 4i റേസ് ടു 8. അപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡ് നമുക്ക് ഇസഡ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ഇസഡ് റേസ് ടു എൻ ഇസഡ് റേസ് ടു എൻ മൈനസ് 1 ആ ഫോമിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 8z മൈനസ് 4i റേസ് ടു 7 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണല്ലോ. ഇസഡ് മൈനസ് 4iയുടെ ഡെറിവേറ്റീവ് 1 തന്നെയാണ് വരുന്നത്. അപ്പം ഇതാണ് വരുന്നത്. ഇനി നമുക്കത് വേണ്ടത് എവിടെയാണ്? 5 പ്ലസ് 4iയിലാണ്. അപ്പം 5 പ്ലസ് 4i എഫ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 5 പ്ലസ് 4i മൈനസ് 4i റേസ് ടു 7. അപ്പം 8 ഇൻറ്റു 5 റേസ് ടു 7. അപ്പം 5 റേസ് ടു 7 ഇൻറ്റു 8 വരും. സി പാർട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 3i ഡിവൈഡഡ് ബൈ ഇസഡ് ക്യൂബ്. എഫ് ഡാഷ് ഓഫ് ഇസഡ് നമുക്ക് ചെയ്യുമ്പോൾ 5 പ്ലസ് 3i കോൺസ്റ്റൻ്റ് ആണ്. 5 പ്ലസ് അപ്പോൾ അല്ലെങ്കിൽ ഇസഡ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 0 മൈനസ് 5 പ്ലസ് 3i ഇൻറ്റു ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3z സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് ക്യൂബ് റേസ് ടു 2. അപ്പം 0 മൈനസ് 5 പ്ലസ് 3i ഇൻറ്റു 3z സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് റേസ് ടു 6 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 3i ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഇസഡ് റേസ് ടു 4. ഇസഡ് സ്ക്വയർ പോയി കഴിയുമ്പോൾ ഇസഡ് റേസ് ടു 4. അപ്പം മൈനസ് 5 പ്ലസ് 3i ഇൻറ്റു 3 ഡിവൈഡ് ബൈ ഇസഡ് റേസ് ടു 4 എന്ന് പറയുമ്പം നമുക്ക് വേണ്ടത് ഇസഡ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഐയിലാണ്. അപ്പം 2 പ്ലസ് ഐ റേസ് ടു 4 എന്ന് വരും.
അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം ആൻസർ ആകും. നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു -3 × 5 + 3i ഡിവൈഡഡ് ബൈ 2 + i raised to 4 സിംപ്ലിഫൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു -3 × 5 + 3i ഡിവൈഡഡ് ബൈ 2 + i all raised to 4 എന്ന് പറയുമ്പോൾ 2 raised to 4 16 പ്ലസ് 4c1 2 cube i പ്ലസ് 4c2 എന്ന് പറയുമ്പോഴത്തേക്കും 4c2 നമ്മൾ ചെയ്യുമ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ നമുക്ക് 4c2 4 × 2 × 3 അപ്പോൾ നമുക്ക് അത് 4 × 3 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 6 വരും. അപ്പം 6 × 2² i², 6 × 2² i². അടുത്തത് 4c3 എന്ന് പറയുമ്പോൾ 4 × 2 × i³ പ്ലസ് അടുത്തത് i raised to 4. ഇത്രയും ടേംസ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -3 × 5 + 3i ഡിവൈഡഡ് ബൈ 16 പ്ലസ് 2 cube 8. അപ്പോൾ ഇത് 32i വരും. 2² 4 അപ്പോൾ 24 6 × 4 24i². അപ്പോൾ -24. അടുത്തത് 4 × 2 8i³ എന്ന് പറയുമ്പോൾ -8i പ്ലസ് 1 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -3 × 5 + 3i ഡിവൈഡഡ് ബൈ നമുക്ക് 16 - 24 എന്ന് പറയുമ്പോൾ -8 + 1 -7 32 - 8 ചെയ്യുമ്പോൾ നമുക്ക് 24i എന്ന് വരും. അപ്പോൾ നമുക്ക് -7 + 24i എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു -7 - 24i -7 - 24i വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -3 × 5 + 3i ഇൻറ്റു -7 + 24i ഡിവൈഡഡ് ബൈ -7 ഹോൾ സ്ക്വയർ -24i ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം +24² എന്ന് വരും. -24i² ആണ്. 24² i² അപ്പോൾ +24². അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ നമുക്ക് 3 × 5 7 ഈ മൈനസും പോയി. 5 7s are 35 പ്ലസ് 21i പ്ലസ് 24 × 5 120i പ്ലസ് 24 × 3 72i² ഡിവൈഡഡ് ബൈ 49. ഇത് 256 അല്ല 24 ആകുമ്പോൾ 576 വരും. അപ്പം 3 × നമുക്കിത് ചെയ്യുമ്പം 3 × ഇവിടെ 30 21ഉം 120 എന്ന് പറയുമ്പോൾ 141. ഇവിടെ 35 - 72 ആണ്. അപ്പോൾ 35 - 72 എന്ന് പറയുമ്പോൾ -37 പ്ലസ് 141i ഡിവൈഡഡ് ബൈ 625 എന്ന് വരും. നമ്മൾ 3യും കൂടെ അകത്തോട്ട് കയറ്റുമ്പോൾ 7 3s are 21 ക്യാരി 2 അപ്പം 3 3s are 9 -111 പ്ലസ് 141 × 3 4 3s are 12 ക്യാരി 1 423i ഡിവൈഡഡ് ബൈ 625 എന്ന് വരും. ഡി fz is equal to 3z² plus iz the whole square. അപ്പം നമുക്ക് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം, കാരണം ഇതിൻ്റെ അകത്തും ഇസഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതിന് 3z raised to 4 പ്ലസ് 2 × 3 × ദിസ് വരും. അപ്പം 2 × 3 6z³ പ്ലസ് i² നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം 3z² 9z raised to 4 3z² ഹോൾ സ്ക്വയർ 9z raised to 4 3z² × z എന്ന് പറയുമ്പോൾ 3z³ × 2 അപ്പോൾ 6z³ i² z² ചെയ്യുമ്പോൾ ഇത്രയും കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു 9z raised to 4 പ്ലസ് 6z³ z² വരും. അപ്പം f ഡാഷ് ഓഫ് z നമ്മൾ പോളിനോമിയലിൻ്റെ ചെയ്യുന്നത് പോലെ സം റൂൾ വെച്ച് വേണം ചെയ്യാൻ. 9 ×
4 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് 6 ഇൻറ്റു 3 ഇൻറ്റു ഇസഡ് സ്ക്വയർ ഐ മൈനസ് 2 ഇസഡ് എന്ന് വരും. അപ്പോൾ 9 4 36 ഇസഡ് ക്യൂബ് പ്ലസ് 18 ഇസഡ് സ്ക്വയർ ഐ മൈനസ് 2 ഇസഡ് വരും. നമ്മളോട് ചോദിച്ചേക്കുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡ് അറ്റ് 1 പ്ലസ് ഐ ആണ്. എഫ് ഡാഷ് ഓഫ് 1 പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 1 പ്ലസ് ഐ ക്യൂബ് പ്ലസ് 18i ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 1 പ്ലസ് 3i പ്ലസ് 3i സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് 18i ഇൻറ്റു 1 പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ മൈനസ് 2 മൈനസ് 2i. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം 36 നമുക്ക് 36 ഇൻറ്റു 1 പ്ലസ് 3i മൈനസ് 3 മൈനസ് ഐ 3i സ്ക്വയർ മൈനസ് 3 ഐ ക്യൂബ് മൈനസ് ഐ പ്ലസ് 18i ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ആണ്. 1 പ്ലസ് 2i മൈനസ് 1 മൈനസ് 2 മൈനസ് 2i. അപ്പം 36 ഇൻറ്റു 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 2, 3i മൈനസ് ഐ എന്ന് പറയുമ്പോൾ പ്ലസ് 2i പ്ലസ് 18i ഇൻറ്റു 1ഉം മൈനസ് 1ഉം കൂടെ പോകും 2i മൈനസ് 2 മൈനസ് 2i. അപ്പം മൈനസ് 72 പ്ലസ് 72i 18 ഇൻറ്റു 2 36i minus 2 minus 2i. So this is equal to minus 72 plus 72i minus 36 minus 2 minus 2i. അപ്പം നമ്മളിത് ആഡ് ചെയ്യുവാണെങ്കിൽ 72 പ്ലസ് 36 എന്ന് പറയുമ്പോൾ 108 110 മൈനസ് 110 പ്ലസ് 72i അപ്പം മൈനസ് 70i എന്ന് വരും. നമുക്ക് മൈനസ് 110 മൈനസ് 70i എന്ന് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ ഇത്രയും വലിയ പ്രോബ്ലം ഒക്കെ ആവുമ്പോൾ ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് കാണും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോണം. നമ്മൾ ചെയ്ത് 3z² പ്ലസ് iz ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 9z⁴ പ്ലസ് 3 ഇൻറ്റു 2 6z³ പ്ലസ് i²z². അപ്പം 9z⁴ പ്ലസ് z³ മൈനസ് z² ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് റിയൽ നമ്പറൈസ് ചെയ്യുന്നത് പോലെ തന്നെ എക്സിന് പകരം ഇവിടെ z ആണെന്നുള്ളത് ഓർത്താൽ മതി. അപ്പം 9 ഇൻറ്റു 4z³ പ്ലസ് 6i ഇൻറ്റു 3z² മൈനസ് 2z. അപ്പോൾ അത് 36z³ 18z² മൈനസ് 2z. അതിൻ്റെ അകത്ത് 1 പ്ലസ് ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 പ്ലസ് ഐനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 3i പ്ലസ് 3i² പ്ലസ് i³ ഇവിടെ 1 പ്ലസ് 2i പ്ലസ് i². ഇത് 1 മൈനസ് 3 ആയതുകൊണ്ട് മൈനസ് 2, ഇവിടെ പ്ലസ് 2i മൈനസ് 2 പ്ലസ് 2i 18i ഇൻറ്റു 2i മൈനസ് 2 മൈനസ് 2i. അപ്പം മൈനസ് 72 പ്ലസ് 72i പ്ലസ് 18 ഇൻറ്റു 2 36i² മൈനസ് 2 മൈനസ് 2i. അപ്പോൾ അത് മൈനസ് 36i. അപ്പം മൈനസ് 72 പ്ലസ് 72i മൈനസ് 36 മൈനസ് 2 മൈനസ് 2i. അപ്പോൾ 72 36ഉം കൂടെ 108 110. അപ്പോൾ എല്ലാം മൈനസ് ആയത് 108. ഇവിടെ പ്ലസ് 70 ആണ്. 72 മൈനസ് 2 70i. ഇപ്പോൾ നമുക്ക് പ്ലസ് 70i എന്ന് കിട്ടി. ഇനി ഈ പാട്ട് fz is equal to z⁴ plus 1 divided by z⁴. നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ എടുക്കാം. f dash of z is equal to z⁴ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് z⁴ പ്ലസ് z1 എന്ന് പറയുമ്പോൾ 4z³ പ്ലസ് 0 മൈനസ് z⁴ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 4z³ ഡിവൈഡഡ് ബൈ z⁴ all raised to 2 എന്ന് വരും. അപ്പം 4z⁴ മൈനസ് 4z⁴ മൈനസ് 4z³ ഡിവൈഡഡ് ബൈ z⁸. അപ്പം
മൈനസ് 4z³ ഡിവൈഡഡ് ബൈ z റേസ് ടു 8. അപ്പം നമുക്ക് മൈനസ് 4 ഡിവൈഡഡ് ബൈ z റേസ് ടു 5 എന്ന് വരും. ഇനി എഫ് ഡാഷ് അറ്റ് ദ പോയിൻ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അറ്റ് -1 -i. അപ്പം -4 ഡിവൈഡഡ് ബൈ -1 -i റേസ് ടു 5 എന്ന് വരും. നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം -4 ഡിവൈഡഡ് ബൈ -1 -i റേസ് ടു 5 എന്ന് പറയുമ്പം -1 റേസ് ടു 5 പ്ലസ് 5 ഇൻറ്റു 5c1 ആണ് വരുന്നത്. അപ്പോൾ 5c1 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു -1 റേസ് ടു 4 ഇൻറ്റു -1 റേസ് ടു 4 -i. അടുത്തത് 5c2 വരും. (5c2) എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയലാണ്. അപ്പോൾ അത് 10 -1 റേസ് ടു 3 -i². അടുത്തത് 10c3 5c3 എന്ന് പറയുമ്പോൾ 10 -i² -1² -i³ അടുത്തത് 5c4 എന്ന് പറയുമ്പോൾ 5 -1 -i റേസ് ടു 4 പ്ലസ് 5c5 എന്ന് പറയുന്നത് 1 ആണ് -i റേസ് ടു 5 എന്ന് വരും. ഇത്രയും ടേംസ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ -1 റേസ് ടു 5 എന്ന് പറയുമ്പോൾ -1. അടുത്തത് -1 റേസ് ടു 4 1 അപ്പം -5i. അടുത്തത് ഇവിടെ നമുക്ക് എപ്പോഴും പവർ നോക്കുമ്പോൾ മൈനസും 5 ആയതുകൊണ്ട് നെഗറ്റീവ് വരുള്ളൂ. -10i² വരും. അടുത്തത് -10i³ വരും. -10i³. അടുത്തത് -5i റേസ് ടു 4 മൊത്തം വരുമ്പോൾ മൈനസ് വരും. -i റേസ് ടു 5 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് നമുക്ക് കളയാം, കാരണം എല്ലാത്തിൻ്റെ അകത്തും മൈനസ് ഉണ്ട്. മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പം 1 + 5i + 10i² ആവാം -10 പ്ലസ് 10i³ ആവാം -10i പ്ലസ് 5i റേസ് ടു 4 പ്ലസ് 5 പ്ലസ് i റേസ് ടു 5 എന്ന് പറയുമ്പം i റേസ് ടു 5 എന്ന് പറയുന്നത് i തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാ ടേമുകളും നമ്മൾ മൈനസ് കളഞ്ഞ് പോസിറ്റീവാക്കി. അപ്പം 1 + 5i പ്ലസ് 10i² 10i² -10 പ്ലസ് 10i³ ആയതുകൊണ്ട് -10i പ്ലസ് 5i റേസ് ടു 4 പ്ലസ് 5 പ്ലസ് i റേസ് ടു 5 എന്ന് പറയുമ്പം i വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ നമ്മൾ നോക്കുവാണെങ്കിൽ 1 -10 -9 പ്ലസ് 5 അത് -4 വരും. ഇനി i നോക്കുവാണെങ്കിൽ +4i എന്ന് വരും അല്ലേ? അല്ല -4i 5i -10i -5i പ്ലസ് i അപ്പോൾ അത് -i. അപ്പോൾ നമുക്ക് 4 കളഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 - i. നമുക്ക് 1 + i ഡിവൈഡഡ് ബൈ 1 - i ഇൻറ്റു 1 + i എന്നില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + i ഡിവൈഡഡ് ബൈ 1 - i² എന്ന് പറയുമ്പോൾ 1 - i² എന്ന് പറയുമ്പോൾ +1. അപ്പോൾ 1 + i ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇവിടെ തെറ്റിപ്പോയേ, ഇവിടെ മൈനസ് ഇവിടെ മൈനസ് പുറത്ത്, അത് ഇവിടെ തെറ്റിപ്പോയതാണ്. 4 ഡിവൈഡ് ബൈ -4 ഡിവൈഡ് ബൈ -4i ഞാൻ എടുത്ത് കഴിയുമ്പോൾ തെറ്റിപ്പോയതാണ്. നമുക്ക് 4 പുറത്തെടുത്ത് കഴിയുമ്പം 1 ഡിവൈഡ് ബൈ -1 -i വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 1 + i ആണ്. അപ്പോൾ നമ്മൾ -1 ഡിവൈഡഡ് ബൈ 1 + i ഇൻറ്റു 1 - i ഡിവൈഡഡ് ബൈ 1 - i എന്ന് വരും. അപ്പം -1 + i ഡിവൈഡഡ് ബൈ 1 - i². അപ്പോൾ അത് -1 + i ഡിവൈഡഡ് ബൈ 2 എന്ന് വരും.
അടുത്തത് fz is equal to iz cube plus 3z square raised to 3 ആണ്. നമുക്കതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. iz cube plus 3z square all raised to 3. അപ്പം നമുക്കതിനെ i cube z raised to 9 plus a cube plus 3 into iz cube square into 3z square 3a square b plus 3 into iz cube 3z square the whole square 3a square b plus 3ab square plus last term ഇതിൻ്റെ ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഐ, ഇവിടെ 3 into 3 പ്ലസ് 9 ഐ സ്ക്വയർ മൈനസ് 1. അപ്പം ഇസഡ് ക്യൂബ് ഇൻറ്റു ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പം ഇസഡ് റേസ് ടു 5. അപ്പം നമുക്ക് ആദ്യത്തേത് ഐ മൈനസ് ഐ ഇസഡ് റേസ് ടു 9, ഇത് 3 into 3 9, ഐ സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് 9, ഇസഡ് ക്യൂബും ഇസഡ് സ്ക്വയറും കൂടെ ഇസഡ് റേസ് ടു 5. ഇവിടെ വരുമ്പം 3 സ്ക്വയർ ഉണ്ട് 9, 9 into 3 27 പ്ലസ് 27, ഇസഡ് റേസ് ടു 5 ഉണ്ട്, ഐ ഒന്നേ ഉള്ളൂ, അപ്പം ഇസഡ് റേസ് ടു 5i. അടുത്ത് വരുമ്പം 3 ക്യൂബ് 27 ഇസഡ് റേസ് ടു 5. ഇത്രയും ടേംസ് ആണ് വന്നത്. ആദ്യത്തേൻ്റെ അകത്ത് ഇസഡ് റേസ് ടു 9 ഉണ്ട്, പിന്നത്തേൻ്റെ അകത്തെല്ലാം 3 റേസ് ടു 2 6. ഇവിടെ ഞാൻ ഇത് ഇട്ടു ഇസഡ് ക്യൂബ്, അപ്പോൾ ഇത് ഇസഡ് റേസ് ടു 6, ഇപ്പോൾ ഇവിടെ 8 വരും കേട്ടോ. 3 ഇസഡ് ക്യൂബ് റേസ് ടു 2 എന്ന് പറയുമ്പോൾ ഇസഡ് റേസ് ടു 6, ഇസഡ് റേസ് ടു 6ഉം ഇസഡ് സ്ക്വയറും കൂടെ ഇസഡ് റേസ് ടു 8. അപ്പം 9 8, ഇവിടെ 9 വന്നു, ക്യൂബിൻ്റെ ആകുമ്പോൾ 9, പിന്നെ ഇതിൻ്റെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ 6 + 2 8, പിന്നെ 3 + 4 7. അടുത്തതിന് 3, ഇത് 4 ഉണ്ട്, അപ്പോൾ ഇത് 7 വരുവേ. ഇത് ഞാൻ ചെയ്തപ്പോൾ ഇസഡ് സ്ക്വയറിൻ്റെ സ്ക്വയർ അല്ല, അപ്പോൾ ഇസഡ് റേസ് ടു 4, അപ്പോൾ ഇത് 7 വരും. പിന്നത്തേന് 2 ക്യൂബ് എന്ന് പറയുമ്പം ഇവിടെ 2 ക്യൂബാണ്, അപ്പോൾ ഇത് 6 വരുവേ. 27 റേസ് ടു ഇസഡ് റേസ് ടു 6. അപ്പം നമുക്ക് റിയൽ പാർട്ട് എന്ന് പറയുമ്പം 9 ഇസഡ് റേസ് ടു 8 പ്ലസ് 27 ഇസഡ് റേസ് ടു 6 പ്ലസ് ഐ ഇൻറ്റു 27 ഇസഡ് റേസ് ടു 7 മൈനസ് ഇസഡ് റേസ് ടു 9. ഇത്രയും ഉണ്ട്. എഫ് ഡാഷ് ഓഫ് ഇസഡ് ചെയ്യുമ്പം സാധാരണ പോളിനോമിയൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. -9 ഇൻറ്റു 8 ഇൻറ്റു ഇസഡ് റേസ് ടു 7 പ്ലസ് 27 ഇൻറ്റു 6 ഇൻറ്റു ഇസഡ് റേസ് ടു 5 പ്ലസ് ഐ ഇൻറ്റു 27 ഇൻറ്റു 7 ഇസഡ് റേസ് ടു 6 മൈനസ് 9 ഇസഡ് റേസ് ടു 8. അപ്പം 9 8s are -72 ഇസഡ് റേസ് ടു 7 പ്ലസ് 2 4s are 12 162 ഇസഡ് റേസ് ടു 5. 27 ഇൻറ്റു 6 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണ്ട്, ഞാൻ മനക്കണക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട്. 27 ഇൻറ്റു 6 6 7 6 are 42, ക്യാരി ഫോർ 12 4 16 162 ഇസഡ് റേസ് ടു 5. അടുത്തത് പ്ലസ് 27 ഇൻറ്റു 7, ഇപ്പോൾ 49ഉം 189 ഇസഡ് റേസ് ടു 6i മൈനസ് 9 ഇസഡ് റേസ് ടു 8i എന്ന് വരും. ഇതിൻ്റെ വാല്യൂ അറ്റ് ദ പോയിൻറ്റ് എവിടെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അറ്റ് 2i ആണ്. എഫ് ഡാഷ് ഓഫ് 2i ഈസ് ഈക്വൽ ടു -72 ഇസഡ് എന്ന് പറയുമ്പം 2i റേസ് ടു 7 പ്ലസ് 162 2i റേസ് ടു ഇവിടെ പിന്നെയും തെറ്റി, ഇവിടെ ശരി ഞാൻ ഓർഡർ മാറ്റി ചെയ്തല്ലേ. 8ന് കറസ്പോണ്ടിങ് 7 5 162 ഇസഡ് റേസ് ടു 5 അപ്പം 2i റേസ് ടു 5 പ്ലസ് 189
2y raised to 6i minus 9 2y raised to 8i. അപ്പോൾ മൈനസ് 72 2 raised to 5 32. അപ്പോൾ ഇത് 32 ഇൻറ്റു 4 ആണ്. 32 ഇൻറ്റു 2 64 ഇൻറ്റു 2 128. I raised to 7 ആണ്. I raised to 7 എന്ന് പറയുമ്പോഴത്തേക്കും i ക്യൂബാണ്. I ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് i പ്ലസ് 162 ഇൻറ്റു 32 i വഴി I raised to 5 എന്ന് പറയുന്നത് i ആണ്. പ്ലസ് 189 ഇൻറ്റു 2 raised to 6 64 i സ്ക്വയർ എന്ന് പറയുമ്പം i സ്ക്വയർ I raised to 6 i സ്ക്വയർ മൈനസ് 1 ആണ്. ഇൻറ്റു i എന്ന് പറയുമ്പോൾ മൈനസ് 9 ഇൻറ്റു I raised to 8 1 ആണ്. 2 raised to 8 വരും. 2 raised to 8 എന്ന് പറയുമ്പോഴത്തേക്കും 2 raised to 4 16 സ്ക്വയർ 256 വരും. ഇൻറ്റു i വരും. നിങ്ങൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല, ചെയ്യുമ്പോൾ തെറ്റ് കാണും. അപ്പം 128 ഇൻറ്റു ഇവിടെ -72 128 ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 72 ഇൻറ്റു 128 72 ഇൻറ്റു 128 ചെയ്യുമ്പോൾ 9216i അത് പോസിറ്റീവാണ്. ഇവിടെ 162 ഇൻറ്റു 32i 162 ഇൻറ്റു 32i എന്ന് പറയുമ്പോൾ 5184i. ഇവിടെ മൈനസ് ആണ് 189 ഇൻറ്റു 64 അപ്പോൾ 12096i. അടുത്തതും മൈനസ് ആണ് 9 ഇൻറ്റു 256 2294i. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6 4 10 ക്യാരി 1 8 10 ക്യാരി 1 2 + 2 4 9 5 14 14,500 മൈനസ് 6 + 4 10 ക്യാരി 1 ക്യാരി 1 3 2 + 2 4 i എന്ന് വരും. 12096iയും 2294 കൂടെ വരുമ്പോൾ 10 ക്യാരി 1 19 ക്യാരി 1 3 14390i. അപ്പോൾ 14000യും 14390യും കൂടെ വരുമ്പോഴത്തേക്കും അത് 10i ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് 10i. ചെയ്തു വരുമ്പോൾ വലിയ കണക്കാന്ന് പറഞ്ഞാൽ ആൻസർ അവസാനം 10i ഉള്ളൂ. നമ്മൾ ചെയ്തത് f(z) = iz³ + 3z² all raised to 3 അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ അകത്ത് 4 ടേംസ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് 4 ടേംസ് ഉണ്ട്. ആ 4 ടേംസിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പം തെറ്റിപ്പോവരുത്. i³ z⁻⁹. അടുത്തത് 3 ഇൻറ്റു i² z⁻⁶ 3z² കൂടെ വരുമ്പം i² നമുക്ക് -1 z⁻�6ഉം z² കൂടെ z⁻8 9 z⁻8. അടുത്തത് 3 ഇൻറ്റു i z³ ഇൻറ്റു 3z² all raised to 2. അപ്പം 3 ഇൻറ്റു i z³ ഇൻറ്റു 3z² raised to 2. അപ്പം 3 ഇൻറ്റു i z³ 3z² raised to 2. അപ്പോൾ അത് 9 z⁻4 9 ഇൻറ്റു 3 27i. ഇവിടെ i മിസ്സായി 27i z⁻7. അടുത്തത് 3³ 27 z⁻6. അപ്പം -9 z⁻8 27 z⁻6 പ്ലസ് i ഇൻറ്റു 27 z⁻7 മൈനസ് z⁻9. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -9 ഇൻറ്റു 8 -72 പിന്നെ 27 ഇൻറ്റു 6 42 7 6 42 ക്യാരി 4 162 z. ഇനി ഇവിടെ 27 ഇൻറ്റു 7 7 7 49 ക്യാരി 4 189 പിന്നെ -9 80. തെറ്റിയില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താക്കണേ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്.
എഫ് ഇസഡ് ഈസ് ഈക്വൾ, ഞാൻ എക്സസൈസിൽ കിടന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ അങ്ങ് ചെയ്തു തരുന്നതുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഐ ഇസഡ് മെത്തേഡ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് മുഴുവൻ കാണാതെ നോക്കുകയൊന്നും വേണ്ട. 3z മൈനസ് 6i, 3z മൈനസ് 6 iz പ്ലസ് 2 ഡിവൈഡ് ബൈ 3z മൈനസ് 6i. എഫ് ഡാഷ് ഓഫ് ഇസഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇൻറ്റു ഐ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഐ മൈനസ് ഐ ഇസഡ് പ്ലസ് 2 ഇൻറ്റു 3z മൈനസ് 6iയുടെ ഡെറിവേറ്റീവ് 3 മൈനസ് 0 ഡിവൈഡഡ് ബൈ 3z മൈനസ് 6i ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ അത് ചെയ്യുമ്പം 3zi മൈനസ് 6i സ്ക്വയർ മൈനസ് 3zi മൈനസ് 6 ഡിവൈഡഡ് ബൈ 3z മൈനസ് 6i ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇത് 3zi മൈനസ് 3ziയും കൂടെ പോകും. മൈനസ് 6i സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 6 മൈനസ് 6, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇവിടെ 0യാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്ത് തന്നെയാണെങ്കിലും എഫ് ഡാഷ് ഇവിടെ നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. ദെർഫോർ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഫോർ എനി വാല്യൂ ഓഫ് ഇസഡ്. ഇവിടെ എന്ത് വാല്യൂ തന്നെ എടുത്താലും എഫ് ഡാഷ് ഓഫ് ഇസഡ് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്.